നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2022 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ കൂടി സഹായത്തോടെയാണ് BJP 4/3 ഭൂരിപക്ഷവുമായി അധികാരത്തിലെത്തിയത്. അതായത് ഭേദഗതികൾ വളരെ അനായാസപൂർവ്വം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഭൂരിപക്ഷം. രാജ്യത്തെ സ്വപ്നതുല്യമായ ആ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത് കോൺഗ്രസിന് മാത്രമാണ്. 404 സീറ്റ് വരെ കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട് അവരുടെ ഗ്രാഫിക്കൽ ടാലി നോക്കുമ്പോൾ. BJP ഇത്തവണയും ഗുജറാത്തിൽ ആവർത്തിക്കാൻ കഴിയും എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇത്രയും നാൾ വരെ. പക്ഷേ അവരുടെ എല്ലാ പ്രതീക്ഷകളും മങ്ങി തുടങ്ങിയിരിക്കുന്നു. ആം ആദ്മി തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഗുജറാത്തിലെ മുഴുവൻ കമ്മിറ്റികളും പൊളിഞ്ഞ് അടുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രമുഖ നേതാക്കളെല്ലാം കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. ആം ആദ്മിയുടെ കള്ളത്തരങ്ങൾ ജനങ്ങൾ കയ്യോടെ പിടികൂടി. മാത്രമല്ല, അതിൽ നിന്ന് ജയിച്ചു വന്ന MLA മാർ മറുകണ്ഠം ചാടിയതോടെ ആം ആദ്മി BJPയുടെ B ടീമാണെന്നും BJP നേതാക്കളുടെ അനുഗ്രഹത്തോടെയാണ്, അല്ലെങ്കിൽ അവരുമായുള്ള രഹസ്യ സംവാദം, പണ ഇടപാട് ഉൾപ്പെടെ നടത്തിയാണ് ആം ആദ്മി നടത്തുന്ന ഈ പങ്കുവെച്ചവിടെന്നും മനസ്സിലാക്കിയിരിക്കുകയാണ്. ആം ആദ്മിക്ക് ദേശീയ പാർട്ടി പദവി നിലനിർത്തണം. ഡൽഹിയിൽ തോറ്റുകൊടുത്താലോ അല്ലെങ്കിൽ ഡൽഹിയിൽ പരാജയം വന്നാലോ കുഴപ്പമില്ല. അഡ്ജസ്റ്റിലൂടെ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക്, നമുക്കറിയാമല്ലോ, 2-ൽ കൂടുതലോ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി കിട്ടുമ്പോഴാണ് ദേശീയ പാർട്ടി പദവിയിലേക്ക് പരിഗണിക്കുന്നത് തന്നെ. 4 സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള സംസ്ഥാന പാർട്ടിയായി കണക്കാക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ദേശീയ അംഗത്വം കൊടുക്കും. ദേശീയ പാർട്ടി പദവി കിട്ടിയാൽ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അവർക്ക് ആനുകൂല്യങ്ങളുണ്ട്. മറ്റ് സാധാ പ്രാദേശിക പാർട്ടിയേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടി പഞ്ചാബിലും ഗുജറാത്തിലും ഡൽഹിയിലുമാണ് കേന്ദ്രീകരിക്കുന്നത്. ഗുജറാത്തിൽ അവരുടെ കേന്ദ്രീകരണം ഏറെക്കുറെ തകർന്നിരിക്കുകയാണ്. കാരണം ആം ആദ്മി പാർട്ടിയിലുള്ള ശക്തമായി BJP എതിർക്കുന്നവർ, BJPയുമായി അഡ്ജസ്റ്റ്മെന്റ് കച്ചവടം നടത്തി രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്തുന്ന ആം ആദ്മിക്കാരുടെ പേരല്ല പറയുന്നത്. അല്ലാതെ BJPയെ തോൽപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ആം ആദ്മിയിലേക്ക് എത്തിയവർ പലരും തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ BJP 100-110 കൂടുതൽ സീറ്റുകൾ ഗുജറാത്തിൽ ഏത് കാലഘട്ടത്തിലും നേടാറില്ല. 2017 BJP 99 സീറ്റുകളിലേക്ക് ഒതുങ്ങി. അന്ന് കോൺഗ്രസിൻ്റെ ടാലി 77 2017 ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യം ഗുജറാത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതായത് കോൺഗ്രസ് BJP മത്സരം നേർക്കുനേർ വരും. ആം ആദ്മി അവിടെ ഒരു ഫൗൾ പ്ലേ കളിച്ചതാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ വോട്ട് എൻ ബ്ലോക്കായി കുറയാനുണ്ടായ കാരണം. അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ രീതിക്കനുസരിച്ച് യുവ നേതാക്കൾ കോൺഗ്രസുമായി കൂടുതൽ ആത്മബന്ധം പുലർത്തുകയാണ്. ആം ആദ്മി പാർട്ടിയിലെ തന്നെ യുവ നേതാക്കൾ അവർ പറയുന്നു, ജിഗ്നേഷ് മെവാനിയെ പോലുള്ളവർ ശക്തമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുതൽക്കൂട്ട് തന്നെയാണ്. അത്തരത്തിൽ മെവാനിയെ സ്വതന്ത്രനായാണ് ആദ്യമായി വഡ്ഗ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചത് കോൺഗ്രസ് പിന്തുണയോടെ. പിന്നീടാണ് അദ്ദേഹം 2022 തെരഞ്ഞെടുപ്പിൽ 5000-ഓളം വോട്ടുകൾക്ക് ശക്തമായ BJP തരംഗത്തിൽ പോലും അദ്ദേഹം ജയിച്ചത്. മെവാനിയെ പോലുള്ളവർ തിരികെ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അമരത്ത് വന്നാൽ അത് വലിയ മാറ്റമുണ്ടാകും. ജഗദീഷ് ഠാക്കൂർ അടക്കമുള്ള നേതാക്കൾ മെവാനിയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിൽ ഒരു എതിർപ്പും പറയുകയില്ല എന്നുള്ളതും ഏറെക്കുറെ വ്യക്തമാണ്. ഗുജറാത്തിൽ കോൺഗ്രസ്സിന് ഏറ്റവും മുഖ്യം ഭരണം കിട്ടുക എന്നുള്ളതാണ്. വർഷങ്ങളായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്, 3 പതിറ്റാണ്ടുകളായി പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ഗുജറാത്തിൽ അത്ഭുത ദിശയിലേക്ക് നീങ്ങുകയാണ്.